വാടാനംകുറിശി മേൽപ്പാലം തുറന്നു. പാലക്കാട് ഗുരുവായൂർ പാതയിലെ ഗതാഗത പ്രശ്നത്തിന് പരിഹാരമാകുന്നു. അതേസമയം പാലത്തിന്റെ വീതി കുറവ് വലിയ പ്രശ്നമാണെന്നും ഡ്രൈവർമാർ പറയുന്നു. ദീർഘവീക്ഷണമില്ലാത്ത പാലം നിർമ്മിച്ചെന്നുള്ള ആരോപണമുയർന്നിട്ടുണ്ട്. രണ്ട് വലിയ വാഹനങ്ങൾക്ക് ഒരേ സമയം കടന്നു പോകാനുള്ള വീതിയില്ലെന്നതാണ് പ്രധാന പ്രശ്നം. ഔദ്യോഗിക ഉദ്ഘാടനം കഴിയാതെ അവസാനഘട്ട നിർമ്മാണ പ്രവർത്തികൾ പുരോഗമിക്കുന്നതിനിടെ പാലം തുറന്നുകൊടുത്ത് ഗതാഗതം സുഗമമാക്കിയിട്ടുണ്ട്. നിലവിൽ ഒരു ദിവസം 12-ലധികം തവണയാണ് പാലക്കാട് ഗുരുവായൂർ റൂട്ടിൽ വാടാനംകുറിശി റെയിൽവേ ഗേറ്റ് അടച്ചിടാറുള്ളത്. അതുകൊണ്ട് തന്നെ ഈ പാതയിലെ ഗതാഗതക്കുരുക്കും പിന്നീടുള്ള അമിത വേഗവുമെല്ലാം അപകടങ്ങൾക്കിടയാക്കിയിരുന്നു. പാലത്തിന് 300 മീറ്ററോളം നീളമുള്ള പാലത്തിന്റെ മധ്യഭാഗത്തായി റെയിൽവേ പാലവും വരുന്നുണ്ട്. ആയിരക്കണക്കിന് വാഹനങ്ങളാണ് പ്രതിദിനം ഇതുവഴി പോകുന്നത്. തിരുവനന്തപുരം, വഴിക്കടവ്, പെരിന്തൽമണ്ണ ഭാഗത്തേക്കുള്ള വാഹനങ്ങൾ ഉൾപ്പെടെ ഇതുവഴിയാണ് പോകുന്നത്. ഗുരുവായൂർ, കാടാമ്പുഴ പോലുള്ള ക്ഷേത്ര ദർശനത്തിനെത്തുന്നവരും ഈ പാതയെ ആശ്രയിക്കണം. അതുകൊണ്ട് തന്നെ മിക്കവാറും സമയങ്ങളിൽ ഈ പാത തിരക്കിലായിരിക്കും. പാലം നിർമ്മാണം പൂർത്തിയാക്കിയതോടെ പട്ടാമ്പി കുളപ്പുള്ളി പാത നിർമ്മാണവും കഴിഞ്ഞാൽ ഇതുവഴിയുള്ള ഗതാഗതം സുഗമമാകുമെന്നാണ് യാത്രക്കാരുടെ അഭിപ്രായം. ഡോട്ട് വ്യൂ ന്യൂസ്. കാഴ്ചകളാണ് ലോകം. കണ്ടു തുടങ്ങുക.